ഹലോ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. നമ്മൾ ഇവിടെ ഉണ്ടേ, ഞാനും ഇവിടെ ഉണ്ടേ. ഞാൻ കാണുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. സ്വാതി, ഹലോ. ഡെറിൻ ടി ഡി, ആർ യു മൈ ന്യൂ സ്റ്റുഡൻറ്റ്? ഡെറിൻ ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്? എന്താണ് സൗണ്ടൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. എന്താണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പോയോ? 5 minutes ലേറ്റ് ആയപ്പോഴത്തേക്ക് പോയോ? വേഗം വരൂ. ഹൗ ആർ യു ഗൈസ്? പറഞ്ഞേ, വിശേഷമൊക്കെ പറഞ്ഞേ. ഇതൊക്കെയുണ്ട്. എക്സാമൊക്കെ ആയി, എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? നേരത്തെ ക്ലാസ്സൊക്കെ റെഫർ ചെയ്തോ? ഇതിന് മുന്നേയുള്ള PYQ നോക്കിയിരുന്നോ? സുഖം തന്നെ മിസ്സേ, ഹാപ്പി ടു നോ ദാറ്റ്. എവിടെ ഫ്രണ്ട്സൊക്കെ എവിടെ? വേഗം വരൂ. ഓൾറെഡി 4 minutes നമ്മൾ ലേറ്റായി, നമുക്ക് കൂടുതൽ ലേറ്റ് ആക്കണ്ട. വേഗം പോരട്ടെ. നമ്മളെവിടെ ഉണ്ട്? എവിടെ വരെ പഠിച്ചു അതാദ്യം പറഞ്ഞേ. ഏതൊക്കെയാണ് ഡൗട്ടുള്ള പോർഷൻ, ഏതൊക്കെയാണ് പക്കയായിട്ടുള്ള പോർഷൻസ് എല്ലാം പറഞ്ഞേ, വേഗം പറഞ്ഞേ. സ്വാതി, എവിടെ പോയി സ്വാതിക്കുട്ടി? ഡെറിൻ. ഓക്കെ, ഇനി നമ്മൾ മാരത്തോൺ തുടങ്ങുന്നതിന് മുന്നേയുള്ള ആദ്യത്തെ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ പോലെ എന്താണ് PYQ ഒക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. വി ഓൾ നോ ദാറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് റെഫർ ചെയ്ത് പോവുകയാണെങ്കിൽ വി ഗെറ്റ് ടു നോ അബൌട്ട് സം ഐഡിയ അല്ലേ. ലൈക്ക് വാട്ട് ഓൾ ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ വെയിറ്റേജ് എത്രയായിരിക്കും, ഏതൊക്കെ പോർഷൻസിനാണ് ഇമ്പോർട്ടൻസ് കിട്ടുക. മെയിൻലി ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ റെക്കറിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ വിച്ച് ചാപ്റ്റർ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വി ഓൾ നോ ദാറ്റ്. അത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ ഡീൽ ചെയ്തതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ തറവാക്കാൻ ഇന്നും കൂടെ ഒരു PYQ വെച്ചിട്ട് പിന്നെ നമുക്ക് പതിയെ അങ്ങോട്ട് നമ്മുടെ ലാസ്റ്റ് ടൈം മാരത്തോൺ പോലെ സെറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, യെസ്. സോ ആർ യു ഗൈസ് റെഡി? പഠിക്കാറുണ്ട്, പക്ഷേ എക്സാമിന് എഴുതാൻ പറ്റാറില്ല മിസ്. ബട്ട് വൈ? നമ്മളിവിടെ ഉണ്ട്. നിന്റെ പേര് പറഞ്ഞേ, ആദ്യം പേര് പറഞ്ഞേ. പഠിക്കാറുണ്ട്, പക്ഷേ എക്സാമിന് എഴുതാൻ പറ്റാറില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ എക്സാമിന് എഴുതാൻ പറ്റാത്തതായിട്ടുള്ളത്? സ്വന്തമായിട്ട് എഴുതേണ്ടി വരും, അങ്ങനെയാണോ? എന്താ നമ്മുടെ ഇംഗ്ലീഷിൽ എന്താണ് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നത്, പറഞ്ഞ് എല്ലാ ക്ലാസ്സിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. വേറെ ഒരു സബ്ജക്റ്റിനും കിട്ടാത്ത ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റിനുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കുക, എക്സ്പ്രസ് ചെയ്യാൻ എന്താണ് ലാംഗ്വേജ് വേണ്ടേ എന്നുള്ളത്. അങ്ങനെ ഭയങ്കര സാഹിത്യ ഭാഷയിലൊന്നും എഴുതാനല്ല പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതുപോലെ എഴുതാൻ അറിയാം, അതെനിക്കും അറിയാം. കുറച്ച് കോൺഫിഡൻസോട് കൂടി പിന്നീട് എഴുതേണ്ട ട്രിക്ക് എന്താണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലോട്ട് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതുക തുടങ്ങിയ പരിപാടികൾ നിർത്തിയിട്ട് ഡയറക്റ്റ് അങ്ങനെ തന്നെ എഴുതി പറഞ്ഞിട്ടുണ്ടല്ലേ. ഞാൻ തന്നെ ചില ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം തരും, ഇംഗ്ലീഷിൽ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയാനായിട്ട്. പേര് പറയണോ മിസ്സേ? പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഓക്കെ, എവിടെ സ്വാതിയൊക്കെ എവിടെ? ഡെറിനൊക്കെ എവിടെ? അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എല്ലാവരും വേഗം എത്തിക്കൊള്ളുമല്ലോ, നമുക്ക് സമയം കളയണ്ട. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം തുടങ്ങുന്നത് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും? 2 marks ക്വസ്റ്റ്യനിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക. മെയിൻലി എന്തായിരിക്കും? പാരഫ്രേസിങ് ആയിരിക്കും അല്ലേ. ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തന്നിട്ട് വിച്ച് ചാപ്റ്റർ, who said these words, what do you mean by this term എന്ന് പറഞ്ഞിട്ടുള്ള 2 to 3 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ്, 1 word ക്വസ്റ്റ്യൻസ് മെയിൻലി കാണും. അതറിയാലോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് 4 marks ക്വസ്റ്റ്യനിലേക്ക് വരും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് മിസ് ചെയ്യാതെ കാണുന്നവർക്കും അത് നല്ല രീതിയിൽ അറിയാം ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത്. കാരണം PYQ പലതരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അമർനാഥിനെ ഞാൻ കുറേ മിസ് ചെയ്തു. കാരണം എന്താണെന്നറിയോ, ഒരിടയ്ക്ക് നിന്നെ കാണുന്നുണ്ടായിരുന്നില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വന്നു മിസ്സേ, ഷോർട്ട് വീഡിയോയ്ക്ക് ആണെങ്കിലും ശരി അല്ലാതെ ആണെങ്കിലും ശരി ഞാൻ വന്നു മിസ്സേ എന്നുള്ളത് ഞാൻ കാണാറുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. സോ PYQയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 2 marks ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് വരിക. എന്തെങ്കിലും പഠിച്ചിട്ടുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ട് പോകണം. എവിടെന്നെങ്കിലും കിട്ടുന്ന സമ്മറി ജസ്റ്റ് മഗപ്പ് ചെയ്തിട്ട് പോകരുത്, ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, കാരണം ഇതിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നിന്ന് ഇങ്ങനത്തെ ടെക്സ്റ്റ് വായിക്കുമ്പം ചില സെൻറ്റൻസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ കയറി സ്ട്രൈക്ക് ചെയ്യും. നിങ്ങളെ ഒന്ന് വായിച്ചു നോക്കും, അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും. ആൻഡ് ഇഫ് ദർ ആർ സം ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ചാപ്റ്റർ യു വിൽ ബി ഏബിൾ ടു നോട്ട് ദീസ് പെർട്ടിക്കുലർ തിങ്സ്. അതായത് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ
ഏതെങ്കിലും ഷഹീൻ മിസ്ത്രിയുടെ ആണെങ്കിൽ സ്ലം സ്റ്റുഡൻസുമായിട്ട് എന്താണ് ഇൻറ്ററാക്ട് ചെയ്തപ്പം നേടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അതൊക്കെ വായിക്കുമ്പം ചില കാര്യങ്ങൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. ഷഹീൻ മിസ്ത്രിയുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനാണെങ്കിൽ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു ദാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. താങ്ക് യു മിസ്സേ, എന്നെ മറന്നില്ലല്ലോ. ഞാൻ മറക്കുമോ? എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ മറക്കുമോ? എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അപ്പോൾ ഇതേപോലുള്ള ടെക്സ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷിന് വായിച്ചിട്ട് പോകുക. പല തരത്തിൽ അതിനുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകും. കാരണം ഇതുപോലുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻ മെയിൻലി ടെക്സ്റ്റ് ചെയ്യുന്ന സെയിം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു പാസേജ് അതേപോലെ എടുത്തിട്ടിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. വിച്ച് വിൽ ബി ലൈക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, സിമ്പിളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടാണെങ്കിൽ ഒന്ന് വായിച്ചിട്ട് പോവുക. പിന്നെയുള്ള കാര്യം എന്താണ്, ചിലത് ടെക്സ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ കയറി സ്ട്രൈക്ക് ചെയ്യും. അപ്പം നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ അത് എഴുതാനായിട്ടും സാധിക്കും. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ എന്താണ്, യുണീക്കായി മാറും അല്ലേ. എവിടെന്നെങ്കിലും ജസ്റ്റ് സമ്മറി കേട്ടിട്ട് എല്ലാവരും കൂടെ ജസ്റ്റ് ഒരു സമ്മറി ഇതൊക്കെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഈ ഒരു സമ്മറി റിലേറ്റഡ് ആൻസർ എഴുതി വെച്ചാൽ അതിനെന്താ, ജസ്റ്റ് എന്താണ് ഒരു ബേസ് മാർക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണ്ടേ അല്ലേ? ഇംഗ്ലീഷിലാണെങ്കിലും ഫുൾ മാർക്സ് എന്നുള്ളത് ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണല്ലേ. ഇറ്റ്സ് നോട്ട് മോർ എ ഡ്രീം. യെസ്, നോക്ക്. അതേപോലെ എക്സാമ്പിൾ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. I knew then that this could be my country and that whatever I did here could make more of a difference than in the manicured reality of my university life in the States. Who is the narrator? പറഞ്ഞോ, വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അമർനാഥ് ഒന്ന് പറഞ്ഞേ. ഇന്ത്യ തിരിച്ചു വന്നു. സമ്മർ വെക്കേഷനിൽ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിട്ട് ഇഫ് ഐ കുഡ് ഡു സംതിങ് ടു മൈ കൺട്രി ഇറ്റ് വിൽ ബി മൈ ഓൺ കൺട്രി. എൻ്റെ സ്വന്തം നാഷണാലിറ്റി എന്താണെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ കൺട്രി ആണെന്നുള്ള രീതിയിൽ എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര മാനിക്യൂർഡ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്സിൽ അമേരിക്കയിൽ ചെന്നിട്ട് ഞാൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തെങ്കിലും നല്ലതുപോലെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിപ്പിച്ച് തന്നത് ആർക്കാണ്? Which chapter? Didi by Shaheen Misri അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഹൂ ഇസ് ദ നറേറ്റർ? ഇതിപ്പം ഏതൊക്കെ രീതിയിൽ ടെക്സ്റ്റ് വായിച്ചാലല്ലേ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു റീഡ് ടെക്സ്റ്റ് ബുക്ക് ബിഫോർ യുവർ എക്സാംസ്. കാരണം സമ്മറി മഗപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് ടീംസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. Then, what does the author mean by the word manicured? Didi, Amarnath, correct answer. So, what does the author mean by manicured? മാനിക്യൂർ പെഡിക്യൂർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് മാനിക്യൂർ ചെയ്യുക, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് എന്താണ് നമ്മൾ നെയിൽസ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ആക്കും അല്ലേ. what do you mean by that? is that scholastic or polished or commonplace or exciting? പോളിഷ് ചെയ്യല്ലേ, മാനിക്യൂർ പെഡിക്യൂർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല. ആ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് നോക്കൂ. സോ what do you mean by the word manicured? it means polished. ഓക്കെ, ഓക്കെ ആണോ? സോ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് വായിച്ചെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു 2 മാർക്സ് സ്കോർ ചെയ്യായിരുന്നു. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്കറിയാം എഡിറ്റിംഗ് വരും. എഡിറ്റ് ദ പാസേജ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക. ബട്ട് സ്റ്റിൽ ഇർഫാൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പോളിഷ്ഡ്. യെസ്, കറക്റ്റ് ആൻസർ. എഡിറ്റ് ദ ഫോളോയിങ് നിങ്ങൾ നോക്കണം. അതേപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരും. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണെങ്കിലും എഡിറ്റ് ദ ഫോളോയിങ് ആണെങ്കിലും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമർ ടൈപ്പാണ്. സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും. ഹൗ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് രണ്ടിലും സെയിം ആയിട്ടാണ് ഫോമാറ്റ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ പല രീതിയിൽ ചോദിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കണ്ടുപിടിക്കുക, എറേഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എഡിറ്റ് ദ പാസേജ് വിച്ച് അപ്പിയർഡ് ഇൻ ദ നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് പറ്റും. നോക്കിക്കേ, ദ ടീച്ചർ വാസ് ഒബ്ലക്ട് that dash begin the story dash a bison and a tiger and then he passed on. Bison and tiger ന്റെ സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ ഉള്ള ഇതിലും വന്നിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞേ. ഒന്ന് ഞാൻ ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സ് തരാം. ക്യാൻ യു ഫിൽ ദീസ് സെൻറ്റൻസസ്? പോരട്ടെ. പറയാൻ പോവാണ്. നിങ്ങൾ അവിടെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. The teacher was obliged to begin the story അല്ലേ?
ടു ആണോ വന്നത്? എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. ഡാഷ് എ ബൈസൺ ആൻഡ് എ ടൈഗർ. എന്തിനെക്കുറിച്ചുള്ളത്? എബൌട്ട് എ ബൈസൺ ആൻഡ് എ ടൈഗർ. ആൻഡ് ഡോണ്ട് വറി, നിങ്ങൾക്ക് എന്താണ് ഇത് തരും. ബ്രാക്കറ്റ്സിൽ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ബൈസൺ ആൻഡ് എ ടൈഗർ ആൻഡ് ദെൻ ഹി പാസ്ഡ് ഓൺ ഡാഷ് അലിബാബ ആൻഡ് ദ 40 thieves. ടീച്ചർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അബൌട്ട് ദ സ്റ്റോറി അല്ലേ, ബൈസൺ ആൻഡ് ടൈഗറിനെ കുറിച്ച് ഒരു സ്റ്റോറി പറയാനായിട്ട് തുടങ്ങി. ദെൻ ഹി പാസ്ഡ് ഓൺ ടു അലിബാബ ആൻഡ് ദ 40 thieves എന്നുള്ളതിൻ്റെയൊക്കെ പോയി. ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ആണ്, ഓർമ്മ വരുന്നുണ്ടോ? And Aladdin's lamp. The boy listened, rapped and ordered, I want to hear the story of the bison again. It is good. The teacher was short dash breath. എന്താണ്, ഏതാണ് വരിക? ഷോർട്ട് ഓഫ് ബ്രെത്ത്. സ്ക്രീനിലൊന്നും കാണുന്നില്ല? ഓ, ടെക്നിക്കൽ എറർ ഉണ്ടോ? ഓക്കെ ഡിയോ, ജസ്റ്റ് 1 second, ഞാൻ ഇപ്പം സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം സെറ്റ് ചെയ്യാം. ഇപ്പം കാണുന്നുണ്ടോയെന്നോ നിങ്ങളൊന്ന് പറയണേ. സെറ്റാണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. യെസ്, ചെറിയൊരു ടെക്നിക്കൽ എറർ പറ്റിയതാണ്. നമ്മുടെ ഡിസ്പ്ലേ ഇപ്പം തന്നെ ശരിയാകുന്നതായിരിക്കും. PYQ സ്റ്റക്കായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? വിൽ ഡു വൺ തിങ്. ഈ ഒരു സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. സോ ദാറ്റ് വി വിൽ ഡിസ്കസ് ദാറ്റ് ടു. ഓക്കെ, എന്തായാലും ഈ ഒരു ടൈം ഞാൻ ഈ ഒരു ചെറിയ ടെക്നിക്കൽ എറർ സംഭവിച്ചു പോയതാണ്. സോറി ഫോർ ദാറ്റ്. എത്രയും പെട്ടെന്ന് നമ്മളിത് ശരിയാക്കുന്നതാണ്. അതുവരെ ഡു വൺ തിങ്. നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്, ഏതെങ്കിലും പിന്നീട് എടുക്കേണ്ടതുണ്ടോ, അങ്ങനെ രീതിയിലുള്ള ഡൗട്ട്സ് ഉള്ള പോർഷൻസും ഒക്കെ നിങ്ങൾ പറയുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ടെക്നിക്കൽ എറർ ജസ്റ്റ് സോൾവ് ചെയ്തിട്ട് വേഗം വരുന്നതായിരിക്കും. ഓക്കെ, ഡു കമൻറ്റ് പ്ലീസ്.
ഹലോ, സ്ക്രീൻ മാറുന്നുണ്ടോ എന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ PYQ ആയിട്ടാണോ ഇപ്പോഴും കാണുന്നത്? ഞാനിവിടെ മാറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് അപ്ഡേറ്റ് ചെയ്തേ. സ്റ്റിൽ PYQ. ഓക്കെ, ഇപ്പം ശരിയാക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇതാക്കുന്നുണ്ട്. PYQ എന്ന് തന്നെയാണ് മെസ്സേജ്. ഓക്കെ, ഇപ്പം സെറ്റാണോ? ഓക്കെ ആണല്ലോ അല്ലേ? യെസ്, കറക്റ്റ് ആയില്ലേ? യെസ്. So the teacher was obliged to begin the story about bison and a tiger, and then he passed on to Ali Baba and the 40 thieves and Aladdin's lamp. The boy listened, rapped and ordered, "I want to hear the story of the bison again, it's good." The teacher was short of breath. Screen കാണുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാം പോയി. Short of breath. Okay, ഈ ഒരു രീതിയിൽ എന്തൊരു തകർപ്പൻ അടിയാണ് ഇവിടെ നടക്കുന്നത്. റൈറ്റിംഗ് സെക്ഷൻ ലിറ്ററേച്ചറേ ഉള്ളൂ, ഗ്രാമർ ഇല്ല, എന്തൊക്കെയാണ് നടക്കുന്നത്? ഓക്കെ, ഗ്രാമർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പോകുന്നുള്ളൂ എക്സാമിന്. ഇനി ശ്രദ്ധിച്ചിരുന്നേ, നമുക്ക് സമയം കളയണ്ടേ, എന്തിനാ വെറുതെ വഴക്ക് പിടിച്ചിട്ട് സമയം കളയുന്നേ? ഓക്കെ ഓക്കെ യെസ്. ഇനി നോക്കിക്കേ, എഡിറ്റിംഗ് നോക്കാം. Edit the following letter of recommendation correcting the mistakes if many. ഇതൊക്കെ എന്താണ്, ഓൾറെഡി ക്വസ്റ്റനിൽ വന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി ഡിസ്കസ് ആയിട്ടുള്ളതാണ്. ശ്രദ്ധിച്ചേ, ഡിയർ സർ, ഇതൊരു റെക്കമെൻഡേഷൻ ലെറ്ററിലാണ്. ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആൾ ഇതൊന്ന് നോക്കിയിട്ട് കണ്ടുപിടിച്ച് നോക്കിക്കേ, ഇതിൽ എന്തൊക്കെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡിയർ സർ, the purpose of this letter was to provide a character reference to Mr. Ram, who I have known as a colleague and a friend for a period of 5 years. I believe I were in a position to provide you with a pretty accurate assessment of his character. As an employee, he has been very hardworking and highly committed to his job. He has also been very outgoing and always willing to help others. I would conclude saying that Mr. Ram is a fine, well-balanced person with an abundance of positive qualities. Did you find any error? എന്തെങ്കിലും നിങ്ങൾക്കവിടെ മനസ്സിലായോ? എന്തെങ്കിലും എറർ കണ്ടുപിടിച്ചോ? ബിറ്റ്വീൻ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ അല്ലേ? സ്ക്രീൻ ഓക്കെ ആണല്ലോ? പേജസ് ഒക്കെ മാറുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ദ പേർപ്പസ് ഓഫ് ദിസ് ലെറ്റർ ഈസ് ടു, നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എഴുതിയിരുന്നത് എന്തിനാണ് നല്ലല്ലോ പറയുക, എഴുതുന്നത് എന്തിനാണ്, പ്രസൻറ്റിലാണ് പറയേണ്ടത് അല്ലേ? ദ പേർപ്പസ് ഓഫ് ദിസ് ലെറ്റർ ഈസ് ടു പ്രൊവൈഡ് a character reference to Mr. Ram Mohan, whom I have known as a colleague and a friend for a period of 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്കറിയാവുന്ന മിസ്റ്റർ റാം മോഹനെ കുറിച്ചല്ലേ? യെസ്. I believe I were in a position to provide you with a pretty accurate assessment of his character. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ക്യാരക്ടർ ഫീച്ചേഴ്സ് പറയാനുള്ള ഒരു പൊസിഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളതെന്നുള്ളത്. ഞാൻ ഉണ്ടായിരുന്നത് എന്നല്ല പറയുന്നത്, പ്രസൻറ്റ് ടെൻസിലാണ് പറയേണ്ടത് അല്ലേ? ഞാൻ ഉണ്ടായിരുന്നത് ഈ ഒരു പൊസിഷനിലായതുകൊണ്ട് എനിക്ക് പറയാമെന്നല്ല, ഞാൻ ഇപ്പോൾ ഉള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഇസ് ദ ബെസ്റ്റ് ടൈം ഫോർ മീ ടു ഗീവ് ഡീറ്റെയിൽസ് അബൌട്ട് ഹിസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഐ ബിലീവ് ഐ ആം ഇൻ എ പൊസിഷൻ to provide you with a pretty accurate assessment of his character. Okay? As an employee, he has been very hardworking and highly committed to his job. He has also been very outgoing and always balanced. As an employee, എന്താണ് പറഞ്ഞേ?
He has been very hardworking and highly committed to his job. He has also been very outgoing and always willing to help others. I would conclude saying that Mr. Ram is a fine, well-balanced person with an abundance of positive qualities. With an abundance of positive qualities. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Abundance അല്ലേ? Abundance of positive qualities എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, എല്ലാവരും ഒരൊറ്റ സെക്കൻഡ് ഈ ഒരു സ്ക്രീൻ കറക്റ്റ് ആണോ എന്ന് മാത്രം മിസ്സിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാവോ? ഓക്കെ ആണോ? മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? മാറുന്നുണ്ടോ പേജസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലേ? ക്ലാസ് ഓക്കെ ആണല്ലോ? ബിക്കോസ് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കത് ഇവിടെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ഫോർ യു ഓൾ, റൈറ്റ്? ഓക്കെ, യെസ്. Yes. Read the passage and answer the questions. It's time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The 3 L's will help us get there. So, ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിച്ചിട്ട് വളരെ ഡയറക്റ്റ് 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മനസ്സിലാകാനായിട്ട് സാധിക്കും. സോ ഇത് വായിക്കാതെ പോകുകയാണെങ്കിൽ ഇതുപോലുള്ള സിലി ക്വസ്റ്റ്യൻസ്, ഈസി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിസ്സായി പോകും. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാത്ത പല ടീംസിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ടെക്സ്റ്റ് ജസ്റ്റ് വായിച്ചിട്ട് പോവുക. ഓക്കെ, യെസ്. അപ്പോൾ 3 L's ഓഫ് എംപവർമെൻറ്റ് ഏതൊക്കെയാണ്? വേഗം പറഞ്ഞേ. എല്ലാവരും പോയോ? ലൈവിലുണ്ടല്ലോ? യെസ്, വേഗം പറഞ്ഞേ. ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് അല്ലേ? ദെൻ വാട്ട് ഡസ് ഇംപെഡിമെന്റ് മീൻ? ഒബ്സ്റ്റക്കിൾ. യെസ്, ഇറ്റ്സ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്. മിസ് എൻ്റെ കമൻസ് കാണുന്നില്ലേ? ഏത് കമൻ്റ് ആണ്? യെസ്, കറക്റ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ് കാണുന്നുണ്ട്. യെസ്, ഇപ്പോഴാണ് കേട്ടോ അപ്ഡേറ്റഡ് ആകുന്നത്. ലെറ്റർ ടു എഡിറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ കാണുന്നുണ്ട്. മിസ് സൗണ്ടിന് എന്തോ വൈബ്രേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ എല്ലാ മെസ്സേജും കണ്ടുകൊണ്ടിരിക്കുന്നത്. മാം, ഇറ്റ്സ് ഫ്ലമിംഗോ. So it is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. So it's a chapter where we discussed about the importance of giving education, labor and also leadership qualities to women. So ആ ഒരു കാര്യത്തിൽ 3 L's of empowerment വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ? So what does impediment means obstacle. That എന്തിനെങ്കിലും എതിരായിട്ട് നിൽക്കുന്ന ആ ഒരു എന്താണ്, ഒരു ബുദ്ധിമുട്ട് പോലെ നിൽക്കുന്നത്. ദാറ്റ്സ് വാട്ട് യു മെൻ ബൈ ഇംപെഡിമെന്റ് ഓർ ഒബ്സ്റ്റക്കിൾ. ദെൻ യെസ്, അമർനാഥ് മിസ് ചായ കുടിച്ചോ? ഫ്ലാമിംഗോ ആൻഡ് വിസ്ത ബുക്സ്. ഡെറിൻ, what is it? So, the Amigo brothers left the ring arm in arm without waiting for the verdict, prepared the script for an announcement to be made soon after their exit. So, Amigo brothers namal padichu, and it's a beautiful story which dealt with the friendship of 2 friends. Then, our friends in the idu oru last idu kayinittu oru competition kayinittu അനൗൺസ്മെൻറ്റ് എഴുതാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? നല്ല രീതിയിൽ അറിയാം. ഈ ഒരു അമിഗോ ബ്രദേഴ്സിൻ്റെ ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ഇവിടെ വിന്നേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. ഇവരുടെ 2 പേരുമല്ല വിന്നേഴ്സ്, ബട്ട് ദ ബോണ്ട് ബിറ്റ്വീൻ ദീസ് 2 റിയൽ ഫ്രണ്ട്സ്, ദർ ഫ്രണ്ട്ഷിപ്പാണ് അതിൽ എല്ലാവരുടെയും മുന്നിൽ ഹൈലൈറ്റ് ആയി പോകുന്നത്. അവർ 2 പേരും തോളോട് തോൾ കൈയും പിടിച്ച് പോകുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊരു അനൗൺസ്മെൻറ്റ് നടക്കുക. കാരണം വിന്നർ ആരാണെന്ന് അനൗൺസ് ചെയ്യാൻ അവർ നിന്നില്ല. ബിഫോർ ദാറ്റ് ദേ വെൻറ്റ് അല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ച് പോയി. സോ ഇതിനെക്കുറിച്ച് ബേസ് ചെയ്തിട്ട് ഒരു അനൗൺസ്മെൻറ്റ് എഴുതാനാണ് പറയുന്നത്. സോ എങ്ങനെ എഴുതാം നമുക്ക്? ഫ്രണ്ട്സ് നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് അല്ലെ, അഡ്രസ്സ് ചെയ്യുകയാണ്, ആൾക്കാരെ ആദ്യം അഡ്രസ്സ് ചെയ്യുകയാണ്. സെയിങ് ദ ഫ്രണ്ട്സ് Antonio Cruz and Felix Burgess fought bravely, but now look at them. They are walking arm in arm like they are best friends, even though they were just fighting fiercely. What's that called? Friendship.
So who won? They both did. Cheers to their friendship എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ആൻറ്റോണിയോ ഫെലിക്സിൻ്റെ ഒക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണണം. കാരണം ആ ഒരു റിയൽ ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അവിടെ എന്താണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചിയേഴ്സ് ടു ദിയർ ഫ്രണ്ട്ഷിപ്പ്, ഹൂ വൺ, ബോത്ത് ദേ ഡിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് എഴുതാനായിട്ട് നോക്കുക. കുറച്ച് എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ കൊടുത്തിട്ട്. സോ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു അഡ്രസ് ദി ഓഡിയൻസ്, ദെൻ ജസ്റ്റ് ലെറ്റ് ദം നോ വാട്ട് ദിസ് റിയൽ തിങ് ഇസ്. ഇവിടെ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണ്. അതിൽ അനൗൺസറിനെ വിൻ ചെയ്തത് അനൗൺസ് ചെയ്യാനായിട്ട് നിന്നില്ല. സോ ബിഫോർ ദാറ്റ് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കുന്നതാണ് ചിയേഴ്സ് ടു ദിയർ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 4 മാർക്സ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. യെസ്, ഐ വിൽ ടീച്ച്. അമിഗോ ബ്രദർ സമ്മറി ഒന്ന് ഫുള്ളായിട്ട് മലയാളത്തിൽ പറയാലോ? ഫ്ലാമിംഗോ ആൻഡ് വിസ്താസ് ബുക്ക് പഠിപ്പിക്കാം. Fill in the blanks choosing the correct expressions from those given in brackets. After Marshall left, Baldwin took out his diary and wrote as follows: God, what a turn of events. I never thought that my own wife and children would persuade me to do a dishonorable thing. I was almost dashed into accepting the bribe. ഇവിടെ റോബർട്ട് ബോൾവിൻ്റെ അവസ്ഥയാണ് പറയുന്നത് അല്ലേ? റോബർട്ട് ബോൾവിൻ എന്താണ് പറയുന്നത്? മാർഷൽ വിട്ട് പോയതിന് ശേഷം, മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം, ഐ ഡിഡൻറ്റ് ഈവൻ നോ ദാറ്റ് മൈ ഓൺ വൈഫ് ആൻഡ് മൈ ചിൽഡ്രൻ വുഡ് ബി ഫോഴ്സിങ് മീ ടു അക്സെപ്റ്റ് ദാറ്റ് ബ്രൈബ്. നമ്മുടെ മാർഷൽ ഇത്രയും ഓഫർ ചെയ്തു, മണി ഇത്രയും ചെയ്യും. all you need to tell is that you don't know anything. If the police officers ask you some questions related to any of these things, you just tell me I don't know, I was not there. ആ ഒരു രീതിയിൽ നിങ്ങൾ വേണം. അതിന് ഇത്ര രൂപ തരാം, ബ്രൈബ് ചെയ്യാണല്ലേ, നമ്മൾ കോഴ കൊടുക്കാന്നൊക്കെ പറയില്ലേ, പൈസ അനാവശ്യമായിട്ട് കൊടുക്കുന്നതിന്, അതിന് ബ്രൈബ് ചെയ്യാന്നാണ് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? persuade me to do a dishonorable thing. I was almost dash into accepting the bribe. എന്നെ അവർ ഫോഴ്സ് ചെയ്യായിരുന്നു. I was almost pushed into accepting the bribe. അവർ എന്നെ ഫോഴ്സ് ചെയ്തു ബ്രൈബ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. സോ ഇറ്റ്സ് pushed into accepting the bribe. And thank God Marshall dash at the right time. Thank God Marshall കറക്റ്റ് സമയത്ത് എത്തി. കമ്മിങ് ആണോ കെയിം ആണോ വരുന്നു, കറക്റ്റ് സമയത്ത് വരുന്നു എന്നല്ല, എന്താണ്, കറക്റ്റ് സമയത്ത് എത്തി. താങ്ക് ഗോഡ് മാർഷൽ കെയിം അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ഹിസ് ഡാഷ് ദ പൊസിഷൻ കെയിം ആസ് എ പ്ലസന്റ് സർപ്രൈസ് ദോ. അദ്ദേഹത്തിൻ്റെ എന്താണ്, ഓഫർ അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്, ഹിസ് ഓഫറിങ്. ഹി ഓഫേർഡ് നമ്മൾ പറയാൻ പറ്റും. ഹി ഓഫേർഡ് മീ സച്ച് എ തിങ് എന്ന് പറയാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫറിങ്, ഹിസ് ഓഫറിങ് വാസ് സംതിങ് ഗ്രേറ്റ് ടു മീ എന്നുള്ള രീതിയിലാണ് പറയുക. സോ ഹിസ് ഓഫറിങ് ദ പൊസിഷൻ ലൈക്ക് came as a pleasant surprise though, and I dash pity for poor Grisham, may God bless him. So I feel pity for, I എന്ന് പറയുമ്പോഴത്തേക്ക് ഫീൽസ് അല്ലേ, ഹി ഷീ ഇറ്റ് ഒക്കെയാണ് ഫീൽസ് വരിക. ഐ യു വി ദേ എന്ന് പറയുന്നത് ഫീലാണ്. സോ ഐ ഫീൽ പിറ്റി ഫോർ പുവർ ഗ്രിഷം, മേ ഗോഡ് ബ്ലെസ് ഹിം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Read the following advertisement and prepare a letter of application and resume in response to it എന്നാണ് പറയുന്നത്. Vidya Jyoti High School, Pathanamthitta. We are a dynamic and progressive educational institution with a strong and firm focus on quality and innovative practices in education. We are on the lookout for high school teachers. Subject എന്ന് പറയുന്നത് maths ആണ്. Candidates must have bachelor's, master's degree in maths with first class, etc. Full details തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഒരു ഇതിൽ കാണുക, അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ കാണുക, അത് അതേപോലെ ഒരു ബോക്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫോമൽ ലെറ്റർ പ്രിപ്പയർ ചെയ്യുക, റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആണല്ലോ. യെസ്. സോ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതാക്കുക? ഫോമൽ ലെറ്റർ ആണ്. ഫ്രം, ഡേറ്റ്, ടു, സബ്ജക്റ്റ്. ഫോർമാറ്റ് നല്ല രീതിയിൽ അറിയാലോ. ഫോമൽ ലെറ്ററിൻ്റെ സബ്ജക്റ്റ് ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത്, ഫ്രം അഡ്രസ്സ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ടു അഡ്രസ്സ് കൊടുക്കുക, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു റൈറ്റ് സബ്ജക്റ്റ് ഹൈലൈറ്റ് ചെയ്യുക. ദെൻ റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാഡം എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ. ഇവിടെ ഇതാ ആപ്ലിക്കേഷൻ ലെറ്റർ ഫോർ ദ പോസ്റ്റ്, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മാത്സ് ടീച്ചർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? യെസ്, ഇവിടെ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കുറച്ച് സെൻറ്റൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, യെസ്. എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇത്രയും ഫ്രം, ഡേറ്റ്, ടു, ദെൻ സബ്ജക്റ്റും കൊടുത്തതിന് ശേഷം നമ്മൾ സർ ഓർ മാഡം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയാം.
I came across your job advertisement and I'm keen on applying for the position as I believe my qualification and experience align well with your needs. Grammar is not there, ma'am. Grammar is not there. Grammar ഇല്ലെങ്കിൽ വേണ്ട. We are discussing resume. Resume ഉറപ്പായിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കൂ. The last lesson. Last lesson class വേണോ? ഓക്കെ, നമുക്ക് എടുക്കാം. ക്ലാസ് എടുക്കാം. ഓക്കെ. അമർനാഥ് പറയുന്നുണ്ട് ഡെറിൻ ടി ഡി ലിസൺ ദ ക്ലാസ് എന്നുള്ളത്. അമർനാഥ് ടെററാണല്ലോ. ഡെറിൻ ഞാൻ പറയട്ടെ, ഡെറിന് വേണ്ടിയിട്ട് പറയട്ടെ, മോന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയുക. ഇപ്പോൾ ഗ്രാമർ ഉണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ആൻഡ് ഇതെല്ലാം ടെക്സ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഞാനിവിടെ എവിടെയാണ് CBSE പഠിപ്പിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുള്ള +2 ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ ഞാനിവിടെ ഡീൽ ചെയ്യുന്നത് അല്ലേ? ഇതിലിപ്പോൾ 3 L's ഓഫ് എംപവർമെൻറ്റ് നമ്മൾ എവിടെ പഠിച്ചതാ? ഇവിടെ ആപ്ലിക്കേഷൻ റെസ്യൂമൊക്കെ നമ്മൾ എവിടെ പഠിച്ചതാ ഡെറിൻ? ഫ്ലാമിംഗോ പ്ലീസ്. ഓക്കെ, ചാപ്റ്റേഴ്സ് വേണോ? ഫ്ലാമിംഗോയുടെ ചാപ്റ്റർ ഏതാ അത് പറഞ്ഞേ. ഫ്ലാമിംഗോ വേണം, വിസ്ത ബുക്സ് എന്നൊക്കെ പറയുക. അത് ചാപ്റ്റേഴ്സും കൂടെ പറഞ്ഞേ ഡെറിൻ. ഓക്കെ, ലാസ്റ്റ് സെഷൻ എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റേഴ്സ് പറയാം. ഇംഗ്ലീഷിൽ ഗ്രാമർ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡോണ്ട് വറി. നോ നോട്ട് ഇൻ CBSE സാമ്പിൾ. എനിവേ ഡെറിന് വേണ്ടത് വളരെ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. മിസ്സും മോന് വേണ്ടതെല്ലാം സെറ്റാക്കി തരാം കേട്ടോ. ഡോണ്ട് വറി. യെസ്. Then I have enclosed my comprehensive resume for your review. I am open for an interview anytime from now until the end of this month. You can decide on the time and location. During the interview, I will bring all the original documents. Looking forward to receiving the interview invitation soon. Faithfully, name is the signature. ഇത്രയാണ് വേണ്ടത്. വണ്ടിപ്രാന്തൻ എവിടെയായിരുന്നു? വണ്ടിപ്രാന്തൻ കുറച്ച് ലേറ്റായി പോയല്ലോ. ഹാഫ് ആൻ അവർ ആയി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. വണ്ടി ഓടിച്ച ആ വഴിക്ക് അങ്ങ് പോയോ വണ്ടിപ്രാന്ത? യെസ്. ഇവിടെ പഠിച്ച് ചില ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമി വരെയാണ് എത്തിയിരിക്കുന്നത്. സോ ആപ്ലിക്കേഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് അതേപോലെ ഒരു ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. ആൻഡ് ആദ്യം നിങ്ങളൊരു ഫോർമൽ ലെറ്റർ എഴുതണം. ഫ്രം ഡേ ടു സബ്ജക്റ്റ് ദെൻ റെസ്പെക്റ്റഡ് സർ ഓർ മാഡം പറഞ്ഞിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ലെറ്ററിൽ എഴുതുന്നത്. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നുള്ളൊരു രീതിയിൽ കാര്യം എന്താണ്, നിങ്ങൾ എവിടെയാണ് റെഫറൻസ് എവിടെയാണ് കണ്ടിട്ടുള്ളത്, ഏത് ന്യൂസ് പേപ്പറിലാണ് റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ് അപ്പിയർഡ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഡേറ്റഡ് ഓൺ 21/6/2024 ആ ഒരു രീതിയിൽ റെഫറൻസ് വേണമെങ്കിലും കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ഇതേപോലെ എഴുതണം എന്നല്ല പറയുന്നത്. ഒരു ഫോർമാറ്റ് മാത്രമാണ് തന്നിരിക്കുന്നത് which gives you an idea about how to write or how to attend these types of questions. Like you have to include queries like എന്തൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ദാറ്റ് വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ? ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ആൻഡ് യു തിങ്ക് യുവർ സെൽഫ് ദാറ്റ് യു ഫിറ്റ് ടു ദിസ് പെർട്ടിക്കുലർ പൊസിഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് എഴുതുന്നത്. ആൻഡ് ഐ ഹിയർ ബൈ അറ്റാച്ച് ഓൾ ദ പോസിബിൾ ഡീറ്റെയിൽസ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടത് അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ ഏത് സമയവും ഐ വിൽ ബി ഓപ്പൺ അല്ലെങ്കിൽ ഐ വിൽ ബി അവൈലബിൾ എന്നുള്ള രീതിയിൽ പറയുക. ദെൻ ലുക്കിംഗ് ഫോർവേഡ് ടു ഫോർ എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യുവർ സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൈൻഡായിട്ട് നീറ്റായിട്ട് ലെറ്റർ അവസാനിപ്പിക്കാനായിട്ട് നോക്കുക. ഫെയ്ത്ത്ഫുള്ളി നെയിമും സിഗ്നേച്ചറും കൂടെ ഇട്ടാൽ എന്ത് റെഡിയായി? ഫോർമൽ ലെറ്റർ റെഡിയായില്ലേ? യെസ്. ലിറ്ററേച്ചർ ഉണ്ടാവില്ലേ? അടിപൊളി ക്വസ്റ്റ്യൻ. പിന്നെ ലിറ്ററേച്ചർ ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള പോർഷൻസ്, പോയംസ്, 1 act പ്ലേ ഉണ്ട്, പോയംസ് ഉണ്ട്, എസ്സേസ് ഉണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. ഇതൊക്കെ ലിറ്ററേച്ചർ അല്ലേ? ഇൻ CBSE നോ ഗ്രാമർ ഫോർ 12th. CBSE-കാരനാ നീ ഡെറിൻ? നമ്മളിവിടെ സ്റ്റേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ. ഇൻ CBSE നോ ഗ്രാമർ ഫോർ 12th. ഓക്കെ, എല്ലാവരും അറിഞ്ഞല്ലോ നോ ഗ്രാമർ. ഗ്രാമറും റൈറ്റിംഗ് ലിറ്ററേച്ചറും നമുക്ക് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കേട്ടോ ഡെറിൻ? യെസ്. നിങ്ങൾക്ക് അതേപോലെ റെസ്യൂമെ എഴുതുകയാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും? റെസ്യൂമെ എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബയോഡേറ്റയാണ് അല്ലെങ്കിൽ CV അല്ല കരിക്കുലം വീറ്റാനാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. സോ നെയിം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, അഡ്രസ്സ് എഴുതാം. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതാക്കാനായിട്ട് സാധിക്കും. ദെൻ ഫോൺ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ആൻഡ് ചിലതിൽ എന്താണ് ലൈക്ക് ജെൻഡർ, ഈവൻ ജെൻഡറിൻ്റെ ഇത് വരും. ഇറ്റ്സ് അപ് ടു യു.
അതിന് ഇങ്ങനെ കറക്റ്റ് ഇതിലല്ല, നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾക്ക് ഇവരെ മെസ്സേജ് അയച്ച് ചെയ്താൽ കോൺടാക്ട് ചെയ്യണം അല്ലേ. ദെൻ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണം, ഇമെയിൽ ഉണ്ടാവണം. ആൻഡ് യു ക്യാൻ ഈവൻ ഇൻക്ലൂഡ് points like nationality, gender, education qualification, etc. So അതൊക്കെ കഴിഞ്ഞിട്ടുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതാണ് റെസ്യൂമെയിലെ പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ, പേഴ്സണൽ ഡീറ്റെയിൽസിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അത് ഓർത്തോണേ. ഓക്കെ, ഈസ് ഇറ്റ് ബയോഡേറ്റ? യെസ്. ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കവർ ലെറ്റർ ആയിട്ട് ഒരെണ്ണം കൊടുക്കണം. അതിനെ ഫോർമൽ ലെറ്റർ എന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ബയോഡേറ്റയാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ എന്താണെന്നുള്ളത് ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ബയോഡേറ്റ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൾമോസ്റ്റ് എവറിത്തിങ് അബൌട്ട് യു. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ലൈക്ക് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ആക്കിയിട്ട്. കാരണം നിങ്ങൾ ഫിസിക്കലി ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ എത്തുന്നതിനേക്കാൾ മുന്നേ എത്തുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ബയോഡേറ്റ, റെസ്യൂമേ എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത്. അത് മനസ്സിലുണ്ടാണ് കേട്ടോ. സോ ക്വാളിഫിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ MA, അതായത് മാസ്റ്റർ ഡിഗ്രി ഉണ്ട് ഫ്രം എന്താണ് 83%, എത്ര പെർസെൻറ്റേജ് ഉണ്ടോ, വിച്ച് യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് ഇയർ, അതുപോലുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇയർ കൂടെ എഴുതുക. അതേപോലെ BA ഏതിലാണ്, ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് ഏതാണോ അത് വെച്ചിട്ട് വേണം. 10th +2 അങ്ങനെയല്ല, MA, BA, ദെൻ +2, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്താണ് വേണ്ടത്? ഓക്കെ, യെസ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, ആ ഒരു കാര്യം എഴുതുക. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഡെറിൻ? യെസ്. ദെൻ സ്കിൽസ് എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെ എഴുതാൻ പറ്റും? നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ. ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയി കഴിഞ്ഞു. ദെൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി കഴിയും. അത് കഴിഞ്ഞാൽ എക്സ്ട്രാ അഡീഷണൽ നോളജ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഇതിന് മുന്നേ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ അതെന്നൊക്കെ പറയുന്നത് ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ് അല്ലേ. ദെൻ സ്കിൽസ് എന്തൊക്കെയാണ്, എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ, ടാലൻസ് ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്. ദെൻ എത്ര ലാംഗ്വേജസ് അറിയാം, ലൈക്ക് ലാംഗ്വേജസ് നോൺ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ആ ഒരു രീതിയിൽ എഴുതുക. ദെൻ ഇൻട്രസ്റ്റ്, ആ ഒരു രീതിയിൽ എഴുതുക. ഇത്രയും കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ എന്താണ്, റെസ്യൂമേ സെറ്റാണ്. ദെൻ ലാസ്റ്റായിട്ടൊരു ഡിക്ലറേഷൻ നോട്ടും കൂടെ എഴുതുക. ലൈക്ക് ഐ ഡു ഹിയർ ബൈ അറ്റാച്ച് ഓൾ എന്താണ് ഡീറ്റെയിൽസ് അബൌട്ട് മീ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് എന്താണ് നെയിമും സിഗ്നേച്ചറും കൂടെ എഴുതുക. ഇത്രയാകുമ്പോഴത്തേക്ക് എന്താണ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമേ എന്ന് പറയുന്നത് സെറ്റാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അമർനാഥ്, നീ ഒക്കെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലേ? ഡോണ്ട് യു റിമെമ്പർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്? ദെൻ അടുത്ത പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ വിമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈക്ക് ഏതൊരു പോയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആ ഒരു പോയത്തിൻ്റെ തീമുമായിട്ട് സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് പോയം വരുന്ന തീമുമായിട്ടുള്ള വേറെ പോയംസ് വെച്ചിട്ട് ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ ക്രിട്ടിക്കൽ സമ്മറി ചോദിക്കാനും ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് എനി വുമൻ ബൈ കാതറിൻ ടെനന്റ്. കാതറിൻ ടെനന്റ് എനി വുമൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഓർമ്മയുണ്ടോ? നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്റർ അല്ലേ? ഓക്കെ, അതേപോലെ ആ ഒരു ചാപ്റ്ററിനെ വെച്ചിട്ട് ദ സാഡ് മദർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തന്നിരിക്കുന്ന പോയം കമ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. സ്ലീപ് സ്ലീപ് മൈ ബിലവഡ് വിത്തൗട്ട് വറി വിത്തൗട്ട് ഫിയർ although my soul does not sleep, although I do not rest. Sleep, sleep, and in the night may your whispers be softer than a leaf of grass or the silken fleece of lambs. May my flesh slumber in you, my worry, my trembling in you, may my eyes close and my heart sleep. So, any woman, 3 L's of empowerment തുടങ്ങിയിട്ടുള്ള ഫുൾ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് യൂണിറ്റ് എടുത്താൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എന്താണ്? വിമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സാഡ് റിയാലിറ്റീസ് ഓഫ് വിമൻസ് ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്.
ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതേപോലെ സാമ്യമുള്ള ഒരു പോയം തന്നിട്ട് അതിനെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? കാതറിൻ ടെനന്റെ എനി വുമൺ വെച്ച് കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. സോ വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ഫസ്റ്റ് പോയം ആൻഡ് വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി സെക്കൻഡ് പോയം ആൻഡ് ഹൗ ഡു യു കമ്പയർ ഇറ്റ്? അല്ലെങ്കിൽ ഇതിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? വാട്ട് ആർ ദി സിമിലാരിറ്റീസ്, ഡിഫറൻസസ് ആൻഡ് വിച്ച് പോയം ഡിഡ് യു ലൈക്ക്? ആ തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിനാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും സിമിലാരിറ്റീസ് നിങ്ങൾ പറയണം, ഡിഫറൻസസ് എന്താണെന്ന് പറയണം, ഏതാണ് നിങ്ങൾക്ക് മോസ്റ്റ് അപ്പീലിംഗ് ആയിട്ടുള്ള തോന്നുന്നത്, ആൻഡ് യുവർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ റിഗാർഡിംഗ് ദാറ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് യുവർ ഒപ്പീനിയൻ. ഇത്രയും ബേസ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. യെസ്. In Sad Mother, my Gabriela Mistral will see a tired mother who can't sleep because she has been working all day. Even though she is exhausted, she finds peace watching her child sleep soundly. The poem describes how the mother's worries fade away when she sees her child sleeping peacefully. ഇവിടെ പറയുന്നുണ്ടല്ലേ, വളരെ സാഡ് മദർ ആയിട്ടുള്ളത്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഓൾ ഡേ ആൻഡ് ഷീ ഈസ് വെരി ടയേർഡ്, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കുറച്ച് പീസ്ഫുൾ ആയിട്ട് തോന്നുന്നത് എപ്പോഴാണ്? ആ കുഞ്ഞ് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു അമ്മയുടെ ആ ഒരു സന്തോഷം, ആ ഒരു കുഞ്ഞ് സേഫ് ആണെന്നുള്ള കാണുമ്പോൾ ആ ഒരു ഫീലിങ്സ് അല്ലേ, അതേപോലെ തന്നെയാണ് ഒരു അമ്മ ഇല്ലെങ്കിൽ, ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഒരു വീടല്ല എന്ന് പറയുന്ന ഒരു എനി വുമൺ നമ്മൾ ആ പോയം പഠിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ്? എനി വുമൺ ബൈ കാതറിൻ ടെനൻ ടോക്സ് അബൌട്ട് ഹൗ ഇമ്പോർട്ടൻറ്റ് വിമൻ ആർ ഇൻ ഫാമിലീസ്. ദേ ആർ ലൈക്ക് ദ പില്ലേഴ്സ് holding up a house, providing warmth like a fire in the hearth and protecting their children. The poem compares women to Jesus, asking for strength to care for their families. I prefer any woman because it shows the love and strength of mothers in a ബ്യൂട്ടിഫുൾ വേ. ഇവിടെ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ സങ്കടമാണ് കാണുന്നത്, ലൈക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആക്കുന്നത് അല്ലേ. സാഡ് മദർ, പേര് പറയുന്നത് പോലെ തന്നെ, ആസ് ദ ടൈറ്റിൽ ഇറ്റ്സെൽഫ് ഗിവ്സ് us പോയിന്റ് അബൌട്ട് ദ തീം ഓഫ് ദ പോയം. ഇവിടെ എനി വുമൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഗ്ലോബലി അക്നോളജ് ആയിട്ടുള്ള, എവിടെയാണെങ്കിലും കാര്യമില്ല, വുമൺ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ദേ ആർ ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ് എന്ന് പറഞ്ഞാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ കുറച്ച് മോസ്റ്റ് അപ്പീലിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഏതാണ്? ആ ഒരു രീതിയിൽ ഇവിടെ എനി വുമൻ എന്നുള്ള രീതിയിൽ, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, നിങ്ങൾക്ക് അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അതിനെ ബേസ് ചെയ്തിട്ട് അറിയാനായിട്ട് സാധിക്കും. റിയാസ്, ഹലോ. റിയ ഫാത്തിമ, ഹലോ റിയ, കുറച്ച് ലേറ്റായി പോയല്ലോടാ. സാരമില്ല കേട്ടോ. ഓക്കെ. അപ്പം ഈ ഒരു രീതിയിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, പരിചയമില്ലാത്ത ഒരു പോയം തന്നിട്ടും അതിനെക്കുറിച്ച് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ചോദിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്സിൻ്റെ ക്രിട്ടിക്കൽ സമ്മറി ഓഫ് അപ്രിസിയേഷൻ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒറ്റൊരു പോയായിട്ടും തരാം. അതല്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പോയത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരുന്നതായിരിക്കും. യെസ്. എന്താണ് ഇൻവിറ്റേഷൻ പറഞ്ഞേ. ദ മെയിൻ കോൺഫ്ലിക്റ്റ് അടുത്തതെന്ന് പറയുന്നത് പിന്നെയും എഡിറ്റിങ്ങിൽ വന്നിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഇതാക്കാനായിട്ട് പറ്റുന്നുണ്ടോ നോക്കണം കേട്ടോ. ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഇൻ ദ ഇൻവിറ്റേഷൻ ക്വസ്റ്റ്യൻ, the main conflict in the story Amigo Brothers is that of ambition. Both the friends wants to be champions, but only one of them can be the champ. So they decide and fight out it. In the end, they realize that they value their bonding more than their ambition. ഇവിടെ ആൻസറും മിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഓഫ് ദ സ്റ്റോറി, അമിഗോ ബ്രദേഴ്സിൻ്റെ മെയിൻ സ്റ്റോറിയുടെ മെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആംബിഷൻ ആണ്. ഇസ് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ 2 എഫിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓഫ്, ഒരൊറ്റ ഓഫ്, ദ പ്രപ്പോസിഷൻ ഓഫാണ് വരുന്നത്, മറ്റേ ഓഫല്ല വരുന്നത്. ആൻഡ് ബോത്ത് ദ ഫ്രണ്ട്സ് വോണ്ട്സ് ടു ബി ചാമ്പ്യൻസ്. ഇവിടെ പ്ലൂറൽ നൗൺസ് വരുമ്പോൾ എങ്ങനെയാണ്? ഫ്രണ്ട്സ് ആണ്. അപ്പോൾ വോണ്ട് ടു ബി ചാമ്പ്യൻസ്. ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എ ഫ്രണ്ട് വോണ്ട്സ് ടു ബി ചാമ്പ്യൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹി വോണ്ട്സ് ടു ബി ചാമ്പ്യൻസ് എന്ന് പറയാം. പക്ഷേ ബോത്ത് ദ ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്ക് വോണ്ട് ആണ് വരിക, ടു ബി ചാമ്പ്യൻസ്, ബട്ട് ഓൺലി വൺ ഓഫ് ദം ക്യാൻ ബി ദ ചാമ്പ്. സോ ദേ ഡിസൈഡ് ഇൻ ഫൈറ്റ് ഇറ്റ് ഔട്ട് അല്ലേ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടാൽ മാത്രം മതി. സോ ദേ ഡിസൈഡ് ഇൻ ഫൈറ്റ് ഇറ്റ് ഔട്ട് ആൻഡ് ഇൻ ദ എൻഡ് ദേ റിയലൈസ് ദാറ്റ് ദേ വാല്യൂ ദെയർ ബോണ്ടിങ് മോർ ദാൻ ദെയർ ആംബിഷൻ. ദെയർ ബോണ്ടിങ് സ്പെല്ലിങ് കണ്ടോ? ശ്രദ്ധിച്ചോ? ദെയർ, അവിടെ എന്നുള്ള ദെയർ അല്ല, ദെയർ അവരുടെ എന്നുള്ളത് ഏതാണ്? ദെയർ ബോണ്ടിങ്. അവരുടെ ആംബിഷനേക്കാൾ എന്താണ്? അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് മുഖ്യം എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റാക്കാം. റൈറ്റിംഗ് സെക്ഷനിൽ ഇൻവിറ്റേഷൻ വേണോ? സെറ്റാക്കി തരാം, സെറ്റാക്കാം. ഓക്കെ. സോ അടുത്ത നോക്കിക്കേ. യുവർ ക്ലാസ് ഇസ് കണ്ടക്ടിങ് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് പണിഷ്മെന്റ്സ് ആർ എസെൻഷ്യൽ ഫോർ സ്റ്റുഡൻറ് ഡിസിപ്ലിൻ. റൈറ്റ് 4 ആർഗ്യുമെന്റ്സ് either favoring or opposing the topic. So
ഡിബേറ്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് വരും. ഫേവറായിട്ട് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, ഇതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് രണ്ടും കൂടെ പറയാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഡിബേറ്റ് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. റിപ്പോർട്ട് റൈറ്റിംഗ് വേണം. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടോ? ഓക്കെ ആണോ? ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടോ? സെറ്റാക്കാൻ പറ്റുമോ ഞാൻ ഒന്ന് അറിയിക്കാം കേട്ടോ. റിപ്പോർട്ട് റൈറ്റിംഗ് വേണം. ഓക്കെ, റിപ്പോർട്ട് റൈറ്റിങ്ങും എല്ലാം സെറ്റാക്കി തരാം, ഡോണ്ട് വറി. അപ്പോൾ ഡിബേറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന എങ്ങനെയാണ്? ഒരു ടോപ്പിക് തന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ആർഗ്യുമെന്റ്സ് ആയിട്ട് ഫോർ ദ ടോപ്പിക് എഴുതുക, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ദ ടോപ്പിക്ക് പറയുക. ചിലപ്പം 2 എണ്ണം ഫോറും 2 എണ്ണം എഗെയിൻസ്റ്റുമായിട്ട് കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടും എഴുതാനായിട്ട് ചാൻസ് ഉണ്ട്. ഇവിടെ ആർഗ്യുമെന്റ് ഇൻ ഫേവർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? പണിഷ്മെന്റ്സ് ആർ എസെൻഷ്യൽ ഫോർ സ്റ്റുഡൻറ് ഡിസിപ്ലിൻ. നിങ്ങളുടെയൊക്കെ ഡിസിപ്ലിന് വേണ്ടിയിട്ട് പണിഷ്മെന്റ് വളരെ അനിവാര്യമാണെന്നാണ് പറയുന്നത്. ആണോ? റിപ്പോർട്ട് റൈറ്റിംഗ് ഞാൻ എഴുതി തരാം, പഠിപ്പിക്കാം. ഓക്കെ, യെസ്. ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും? പണിഷ്മെന്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ബൗണ്ടറീസ് ആൻഡ് റൂൾസ്. ദേ വിൽ ബി ഏബിൾ ടു നോ വെൻ ദേ ഗെറ്റ് ഫിസിക്കൽ പണിഷ്മെന്റ്, ദേ വിൽ ബി ഏബിൾ ടു നോ ബൗണ്ടറീസ്. റൂൾസ് എന്തൊക്കെയാണ്, റെഗുലേഷൻസ് എങ്ങനെയൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതിനേക്കാൾ 2 എണ്ണം കിട്ടുമ്പോഴാണ് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നവരുണ്ട്, ജെന്റിലായിട്ട് പറയുന്നതാണ് ബെസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഫേവർ ആണോ എഗൻസ്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുക. ദേ ടീച്ച് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. പണിഷ്മെന്റ്സ് deter disruptive behavior, maintaining a conducive learning environment and experiencing consequences in school prepares students for real life responsibilities എന്നുള്ള രീതിയിൽ 4 ആയിട്ട് പറയാം. എഗൻസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഇസ് മോർ ഇഫക്റ്റീവ് ദാൻ പണിഷ്മെന്റ്. പണിഷ്മെന്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാലേ ഇപ്പോഴത്തെ തലമുറ നന്നാവുള്ളൂ. കാരണം മെന്റലി നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഉൾട്ടാ പറയുക. ഓക്കെ, എന്താണോ ഫേവർ ആണെങ്കിൽ നിങ്ങൾ എന്താണോ ഫേവറിൽ പറഞ്ഞ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുക. എന്തിനാ? എഗൻസ്റ്റ് ആയിട്ട് പറയുമ്പോൾ. വി ഓൾ നോ ദാറ്റ് അല്ലേ? യെസ്. ഹാർഷ് പണിഷ്മെന്റ് ക്യാൻ ഹാം സ്റ്റുഡൻസ് മെന്റൽ ഹെൽത്ത്. സ്റ്റുഡൻസിൻ്റെ മെന്റൽ ഹെൽത്തിനെ വരെ ഇതുപോലുള്ള ഫിസിക്കൽ പണിഷ്മെന്റ്സ് ബാധിച്ചേക്കാം. സ്കൂൾ ഷുഡ് അഡ്രസ് റൂട്ട് കോസസ് ഓഫ് മിസ്ബിഹേവിയർ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് പണിഷിംഗ്. ഓക്കെ, അങ്ങനെ പറയാം. റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് അപ്രോച്ചസ് പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി ആൻഡ് റീകൺസിലിയേഷൻ ഓവർ പണിഷ്മെന്റ്. സോ പണിഷ്മെന്റ് കുട്ടികൾക്ക് എന്തായിരുന്നു ടോപ്പിക്? എസെൻഷ്യൽ ഫോർ സ്റ്റുഡൻറ് ഡിസിപ്ലിൻ. പണിഷ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫേവറായിട്ട് നിങ്ങൾ ഏതൊക്കെ പോയിന്റ്സ് പറഞ്ഞു അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എഗൻസ്റ്റ് പറയാം. ഇതേപോലെ ഏത് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം? എക്സസൈസിനെ ബേസ് ചെയ്തിട്ട്. വോക്കിംഗ് ഇസ് നോട്ട് സച്ച് എ ഗുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗുഡ് എക്സസൈസ്, റൈറ്റ്? 4 ആർഗ്യുമെന്റ്സ് എഗൻസ്റ്റ് ആൻഡ് 4 ആർഗ്യുമെന്റ്സ് ഫോർ ആൻഡ് എഗൻസ്റ്റ് ദ ടോപ്പിക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതുപോലുള്ള ഒന്നെങ്കിൽ 4 മാത്രം വരും, അല്ലെങ്കിൽ എഗൻസ്റ്റ് മാത്രം വരും. ചില ക്വസ്റ്റ്യൻസിൽ 4ഉം എഗൻസ്റ്റും 2 ഈച്ച് വെച്ചിട്ട് എഴുതാനായിട്ടും ചോദിക്കും. ഓക്കെ, ഇതൊക്കെ സെറ്റായിട്ട് പോവുക. എല്ലാ സെഷൻ ഫുൾ പഠിപ്പിക്കണോ? ലാസ്റ്റ് യൂണിറ്റ് ആണോടാ? ഡോണ്ട് വറി. ദ ടൈഗർ കിങ് അല്ലേ? സെറ്റാക്കാം. ദ ടൈഗർ കിങ് അല്ലേ? ഞാൻ സെറ്റാക്കി തരാലോ. യെസ്. അടുത്തത് പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഷഹീൻ മിസ്ട്രി യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രൊഫൈൽ റൈറ്റിംഗ്. മോസ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ അറിയുന്ന ആളുടെയും അറിയാത്ത ആളുടെയും തരാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു ബോക്സിൽ എല്ലാ അവൈലബിൾ ഡീറ്റെയിൽസും തന്നിരിക്കും. ഓൾ യു നീഡ് ടു ഡു ഇസ് ദാറ്റ് you just want to connect these simple points into sentences. അത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഷഹീൻ മിസ്ട്രിയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാം, നമ്മൾ പഠിച്ചതാണ്, ദീദിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എൻ്റെ വളരെ ജെനുവിൻ ആയിട്ടുള്ള നകുൽ പറയുന്നുണ്ട്, മാം ഡെറിനോട് പറയോ ഇങ്ങനെ മെസ്സേജ് ചെയ്യല്ലേന്ന്. നകുൽ എന്ന് പറയുന്നത് എൻ്റെ എല്ലാ ക്ലാസ്സും വളരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ്. സോ നകുൽ വളരെ ജെനുവിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഡെറിൻ കേട്ടോ? റിക്വസ്റ്റ് കേട്ടോ? ഓക്കെ, നല്ല രീതിയിൽ പഠിക്കട്ടെ. എക്സാം അല്ലേ എൻ്റെ കുട്ടികൾക്ക്, അവർ പഠിച്ചോട്ടെ. നീ പഠിച്ചിട്ട് പോവൂ, എല്ലാവരും പഠിച്ചു വളരൂ. യെസ്, നമ്മളിവിടെ ശ്രദ്ധിച്ചേ. നകുൽ, സ്വാതി, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. പ്രൊഫൈൽ റൈറ്റിംഗ് വരും എന്നുള്ള ക്വസ്റ്റ്യനിൽ ഒരു സംശയമില്ലല്ലോ. പ്രൊഫൈൽ റൈറ്റിംഗ് ഉറപ്പായിട്ടും ഉണ്ടാകും. എങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യനിലും വരിക? ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് അപ്പിയർ ആകുക. ഒരു ബോക്സിൽ ഡീറ്റെയിൽസ് തന്നിരിക്കും. ചില ആൾക്കാരെന്ന് പറയുന്നത് ചില ആൾക്കാരുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കില്ല, ചിലവരെ നിങ്ങൾ ഓൾറെഡി അറിയുന്നവരായിരിക്കും. എന്തുകൊണ്ടാണെങ്കിലും അത് കാണുമ്പോൾ അറിയില്ല എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിക്കേണ്ട. കാരണം നമുക്ക് വേണ്ടുന്ന സെൻറ്റൻസ് ആക്കി മാറ്റാനുള്ള ഡീറ്റെയിൽസ് ഫുൾ അതിലുണ്ടാകും. ആ പോയിന്റ്സ് നിങ്ങൾ സെൻറ്റൻസ് ആക്കി മാത്രം എഴുതിയാൽ മാത്രം മതി. സോ ഇവിടെ ഷഹീൻ മിസ്ട്രിയുടെ ആകുമ്പോൾ ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്, പ്ലേസ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്.
അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എവിടെയാണ്, ഒക്യുപ്പേഷൻ എന്താണ്, ഫേമസ് ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ ആണ്, ഫൗണ്ടർ എന്തിൻ്റെ ഫൗണ്ടറാണ്, ആകാശ ഫൗണ്ടേഷൻ ആണ്, നമുക്കറിയാലോ അല്ലേ, ടീച്ച് ഫോർ ഇന്ത്യ. ദെൻ അവാർഡ്സ് വൺ അശോക ഫെലോ, ഗ്ലോബൽ ലീഡർ ഫോർ ടുമോറോ, ഏഷ്യ സൊസൈറ്റി, ലൈക്ക് ദാറ്റ്, ആൻഡ് authored Redrawing India, the Teach for India story, etc. സോ വേണ്ടുന്ന ഫുൾ അറിയാവുന്ന ഡീറ്റെയിൽസും ഉണ്ട്, കുറച്ചൊക്കെ അറിയാത്ത ഡീറ്റെയിൽസും ഉണ്ട്. ഇതിനെ എന്താണ് കുറച്ച് നല്ല സെൻറ്റൻസ്, കളർഫുൾ വേർഡ്സ് ആൻഡ് ഐഡിയാസ് യൂസ് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്ത് ഒരു പാരഗ്രാഫ് ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഡ്യൂട്ടി ആയിട്ടുള്ളൂ. സോ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഷഹീൻ മിസ്ട്രി വാസ് ബോൺ ഇൻ മുംബൈ ഓൺ 16th March 1971. അതായത് ഇവിടെ തന്നിരിക്കുന്ന ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തമ്മിലുള്ള ഐഡിയ എന്താണ്, ഒരൊറ്റ സെൻറ്റൻസിലാക്കി. ഇതേപോലെ ബാക്കിയും കൂടെ നിങ്ങൾ സെൻറ്റൻസുകളാക്കി മാറ്റുക. എക്സാമ്പിൾ, ആഫ്റ്റർ ഹർ +2 ഷീ ജോയിൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ആൻഡ് ഗോട്ട് ഹർ BA in sociology. Later she went to England and passed her MA in sociology with a first class from the University of Manchester. Currently she is the CEO of the organization called Teach India, which is doing a laudable job in educating slum children. സ്ലം ചിൽഡ്രൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഷഹീൻ മിസ്ട്രി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആകാശ ഫൗണ്ടേഷൻ എന്തിനാണ്, ഇപ്പോൾ അത് എത്ര വരെ എത്തിയിരിക്കുന്നു, ജസ്റ്റ് 15 സ്റ്റുഡൻസിൽ സ്റ്റാർട്ട് ചെയ്ത 3500+ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറി വിത്ത് ലോട്ട്സ് ഓഫ് ബ്രാഞ്ചസ് എന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് ആ ഒരു ചാപ്റ്റർ. ആ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ടുള്ള ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇതിനെ ഇലോബറേറ്റ് ചെയ്യാണ് നിങ്ങൾ വേണ്ടത്. ഓക്കെ, ഷീ ഈസ് ഫേമസ് ആസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. ഷീ ഈസ് ദി ഫൗണ്ടർ ഓഫ് 2 famous organizations named Akansha and Teach India. She has received numerous awards which includes Ashoka Fellow തുടങ്ങിയ അതിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ എഴുതുക. സോ ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് കണക്ട് ചെയ്ത് നല്ലൊരു പാരഗ്രാഫ് ആക്കി മാറ്റുക. എന്തായി, പ്രൊഫൈലായി. ഇവിടെ ഷഹീൻ മിസ്ട്രിയുടെ പ്രൊഫൈൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്ററിലെ ബേസ് ചെയ്തിട്ട് പോയത്തിലെ അല്ലെങ്കിൽ പോയറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഡീറ്റെയിൽസ് എക്സ്ട്രാ കാണുമല്ലോ. ലൈക്ക് തീം എന്തൊക്കെയാണ്. ഇവിടെ ഷഹീൻ മിസ്ട്രി ആയതുകൊണ്ട് തന്നെ ആകാശ ഫൗണ്ടേഷനെ കുറിച്ച് മാത്രമേ തന്നിട്ടുള്ളൂ. ഇവിടെ എന്താണ്, ഫൗണ്ടർ ഓഫ് ആകാശ ഫൗണ്ടേഷൻ, ടീച്ച് ഫോർ ഇന്ത്യ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ ഈ ആകാശ ഫൗണ്ടേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമുക്കറിയാം. സോ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലുള്ള ഡീറ്റെയിൽസ് എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു പോയിന്റ് ഔട്ട് ദാറ്റ് ടു. ഓക്കെ, അത് എഴുതുക കേട്ടോ. യെസ്, അങ്ങനെ എഴുതുന്നതിലൂടെ കുറച്ച് എന്താണ് റിച്ചായി മാറും. നമ്മുടെ ആ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് കുറച്ച് റിച്ചായി മാറും. ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ടും ശ്രദ്ധിക്കുക. ദെൻ അടുത്തതും എഡിറ്റ് ദ പാസേജ്. ഇഷ്ടംപോലെ എഡിറ്റിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് വരും കേട്ടോ. A beggar had been sitting by the side of a road for over 30 years. One day a stranger walked on. Spare some change, mumbled the beggar, mechanical holding out his basketball cap. I have nothing to give you, said the stranger. Then he asked, what's that you are sitting on? Nothing, replied the beggar, just an old box. And ever look inside? Asked the stranger. No, said the beggar. Have a look inside, insisted the stranger. The beggar was astonished to see that the box was filled with gold. നിങ്ങൾക്ക് ക്ലിയർ ആണോ? Nakul എന്താ പറയുന്നത്, മാം റിക്വസ്റ്റിംഗ് ടു കീപ്പ് എ സെഷൻ ഓൺ മോർണിംഗ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഹാവിംഗ് സ്റ്റഡി ലീവ്, സോ വി ക്യാൻ കംപ്ലീറ്റ് മോർ പോർഷൻസ്. ഓൾസോ വി ക്യാൻ ഡിസ്കസ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. യെസ്, വി ക്യാൻ ഡു. നമ്മുടെ എക്സാമിൻ്റെ തലേദിവസം മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സാമിൻ്റെ തലേദിവസം മാത്രമല്ല, അതിന് മുന്നേ മാരത്തോൺ ഉണ്ട്. മാരത്തോണിൽ എന്താണ് പ്രത്യേകത, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് തുടങ്ങും അല്ലേ. മാരത്തോൺ പേര് പറയുന്ന പോലെ തന്നെ ഓടി എല്ലാ ചാപ്റ്ററും ഓടിച്ച് പഠിച്ചതിന് ശേഷം പോസിബിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ബൂസ്റ്റർ ക്ലാസ്സും ഉണ്ട് മോർണിംഗ് സെഷനിൽ. ഡോണ്ട് വറി നകുൽ, ഡോണ്ട് വറി. ഓക്കെ, യെസ്. A beggar had been sitting by the side of a road for over 30 years. One day a stranger കടന്നു പോയി. walked on അല്ല വരിക, walked by ആണ് വരിക. ഓക്കെ, യെസ്. spare some change. ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. മംബിൾ ദ ബെഗർ, മെക്കാനിക്കൽ ഹോൾഡിംഗ് ഔട്ട് ഹിസ് ബേസ്ബോൾ ക്യാപ്പ് എന്നാണ് പറയുന്നത്. മെക്കാനിക്കലി. ഓക്കെ, ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് കണ്ടോ. ഇവിടെ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള സാധനമായിരിക്കും, പക്ഷെ പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, ആ ഒരു കാര്യം കൂടെ നോക്കുക. വളരെ റോബോട്ടിക് ആയിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കലി ആ ഒരു ക്യാപ്പ് ഇതാക്കിയിട്ട് എന്തെങ്കിലും തരാനുണ്ടോ എന്ന് ചോദിച്ചു. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ആരാണ്, വേറെ മീനിങ് മാറും. മെക്കാനിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇതും ഇല്ലാതെ ഒരു ഫീലിങ്സും ഇല്ലാതെ ജസ്റ്റ് അങ്ങനെ നിന്നു എന്നുള്ളത്. സോ മെക്കാനിക്കലി ഹോൾഡിംഗ് ഔട്ട് ഹിസ് ബേസ്ബോൾ ക്യാമ്പ്. ആൻഡ് ഐ ഹാവ് നത്തിങ് to give you, said the stranger. എനിക്കൊന്നും തരാനില്ല എന്ന് പറയുന്നു. Then he asked, what's that you are sitting on? Nothing, replied the beggar, just an old box. Ever look inside? Okay, ever look inside. എപ്പോഴെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
എപ്പോഴെങ്കിലും എവർ ലുക്ക് ഇൻസൈഡ് എന്നല്ല, എവർ ലുക്ക്ഡ് ഇൻസൈഡ്. അതിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ അല്ലേ? പാസ്റ്റ് ടെൻസ് ആണ് വരിക. സോ ഇറ്റ്സ് ലുക്ക്ഡ് ഇൻസൈഡ് ആൻഡ് ആസ് ദ സ്ട്രേഞ്ചർ നോ സെഡ് ദ ബെഗർ ആൻഡ് ഹാവ് എ ലുക്ക് ഇൻസൈഡ്. ഹി ഓൾസോ സീസ് ദാറ്റ് ആൻഡ് ഇൻസിസ്റ്റഡ് ദ സ്ട്രേഞ്ചർ. ദ ബെഗർ വാസ് astonished to see that the box was filled with gold. അദ്ദേഹം ആ ഒരു ബോക്സിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പറയുന്നു. എന്നാൽ ഒന്ന് നോക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് he was really surprised to see that the box he was sitting on was really filled with gold. ഗോൾഡ് കൊണ്ട് നിറച്ചതായിരുന്നു അല്ലേ? ഫിൽഡ് വിത്ത് ഗോൾഡ് അല്ല, ഫിൽഡ് വിത്ത് ഗോൾഡ്. ഇതെന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ അങ്ങ് വായിച്ചു പോകും. കുറച്ച് മനസ്സിരുത്തി അതിൻ്റെ സെൻറ്റൻസിൻ്റെ മീനിങ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, പാസ്റ്റ് ടെൻസ് ആണോ പ്രസൻറ്റ് ടെൻസ് ആണോ, പ്രിപ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള എഡിറ്റിംഗ് പാസേജസും വരാം. അതേപോലെ ഗ്രാമർ പാസ്റ്റും പ്രസൻറ്റും വെച്ചിട്ട് നിങ്ങളെ കളിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾ നോക്കുക. ദെൻ your class is doing a project on social entrepreneurship. As the leader of the class, you are given the opportunity to interview Shaheen Mistry. Flamingo questions konduvaram. Yes, Darren. Then what would you ask her? Frame 4 relevant questions for the interview. Shaheen Mistry kurke ningal interview cheyanayita. You are acting as an interviewer and Shaheen Mistry is the interviewee. So ivarku vendite chodikkanulla oru 4 questions and the project is that social entrepreneurship. Social entrepreneurship ne kuriche ningalde class oru പ്രോജക്റ്റ് ചെയ്യാണ്. ദെൻ യു ആർ ആസ്കിങ് 4 questions ടു ഹൂം? ഷഹീൻ മിസ്ട്രി. ഷഹീൻ മിസ്ട്രിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പം ദീദി ഇതിനു മുന്നേ നമ്മളിപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. സോ അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഓൺ ദ ടോപ്പിക് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ്. ഇവിടെ ടോപ്പിക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഇപ്പം വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്താ, വേറെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണെങ്കിൽ ഒരു സോഷ്യൽ ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചില സമയങ്ങളിൽ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ടോപ്പിക് എന്നുള്ളതും തരാം. സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ പേഴ്സണലായിട്ട് ഫ്രെയിം 4 questions എന്ന് പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന ആളുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ശ്രമിക്കരുത്. വാട്ട്സ് യുവർ നെയിം, വെയർ ആർ യു കമ്മിങ് ഫ്രം. ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 4 എണ്ണം നിങ്ങൾ ഒപ്പിക്കും. പക്ഷെ അതിന് എന്തെങ്കിലും ആ ഒരു യൂസ്ഫുൾ ആണോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? അല്ല, ടു ദ പോയിന്റ് ആയിരിക്കണം. ക്വസ്റ്റ്യനിലേക്ക് ടു ദ പോയിന്റ് ആയിരിക്കണം നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്, ആൻസർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. So, madam, what problems did you face when you decided to live in India? സ്റ്റേറ്റ്സിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് താമസിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഷീ വുഡ് ബി ഫേസിങ് എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഇൻ ഹർ ലൈഫ്. ഇഫ് സോ വാട്ട് വുഡ് ദേ അല്ലെങ്കിൽ വാട്ട് വെയർ ദേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ആ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ വാട്ട് ഡു യു തിങ്ക് ഇസ് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് പ്രോബ്ലം? ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, അത് നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു രീതിയിൽ ചോദിക്കാം. വൈ ഡു യു തിങ്ക് മെനി പ്രിൻസിപ്പൽസ് സെഡ് നോ വെൻ യു വാണ്ടഡ് ടു ടീച്ച് ദ ചിൽഡ്രൻ ഫ്രം ദ സ്ലംസ്? നിങ്ങൾക്ക് സ്ലമ്മിലെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പം എത്രയോ സ്കൂൾസ് കയറി ഇറങ്ങി, പക്ഷെ അവരാരും സമ്മതിച്ചില്ല. Which all stages that you have undergone? Yes, ചോദിക്കാലോ. Who is your role model? Who is your role model എന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനേക്കാൾ എന്താണ് അങ്ങനെ ചോദിക്കാം കേട്ടോ, തെറ്റൊന്നുമില്ല. പക്ഷെ അതിനെ കുറച്ചും കൂടി ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നോക്കിക്കേ. ലൈക്ക് ബൈ when we learned about your biography, we came to know that you have gone through a lot of struggles in your phase and there will be someone who helped you to overcome all those struggles. If so, who is your role model? അങ്ങനെ രീതിയിൽ ഇപ്പം ഹൂ ഇസ് യുവർ റോൾ മോഡൽ എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ ചിലപ്പോൾ ഒരു ഗൈഡിങ് സ്പിരിറ്റ് പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും റോൾ മോഡലായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കുന്നത് തമ്മിൽ അതിൻ്റെയുള്ള ഒരു പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി ഡിഫറെൻ്റ് അല്ലേ നകുൽ? അപ്പം ഇതുപോലുള്ള രീതിയിൽ അഭിഷേക് ലേറ്റായിട്ട് വന്നതുകൊണ്ട് വളരെ ലേറ്റായിട്ടൊരു ഹായ് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? വളരെ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, കുറച്ച് ക്രിയേറ്റീവായിട്ട്. സെയിം എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഹൂ ഇസ് യുവർ റോൾ മോഡൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ ചോദിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് എടുപ്പുണ്ട്, റിച്ചാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ആക്കാനായിട്ട് നോക്കുക, വളരെ പ്ലെയിൻ ആയിട്ട് പോകുന്നതിന് പകരം. ദെൻ നിങ്ങൾ സ്ലംസിലെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദോ ഇറ്റ്സ് ഗോണ ബി എ റിയലി ഇന്നോവേറ്റീവ് തിങ് ഇൻ യുവർ ലൈഫ്. What do you think that, why do you think that these principals said no? എന്തുകൊണ്ടാണ് ഈ പ്രിൻസിപ്പൽ ഇത് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും നോ പറഞ്ഞത്? ആ ഒരു രീതിയിൽ ചോദിക്കാം. ദെൻ യു ഹാവ് ബിക്കം എ ദീദി ടു എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്, ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ്? ഇത് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക്
ഈ ഒരു ബേസിനെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ബട്ട് സ്റ്റിൽ അത് റെലവൻ്റ് ആണ് അല്ലേ. പേഴ്സണൽ ആണെങ്കിലും ഭയങ്കര അവരുടെ ലൈഫിലേക്ക് ചെന്നിറങ്ങിയിട്ടുള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻ അല്ല. ഈ ഒരു ഇവരെ ഇത്രയും ഒരു സോഷ്യൽ ഓൺട്രപ്രണർ ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ദീദി എന്നുള്ള ആ ഒരു നെയിം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. മൈ റോൾ മോഡൽ ഇസ് പാട്രിക് ബാറ്റ്മാൻ. അപ്പ സിഗ്മ കുട്ടാ വേവയ്ക്കൂ. ഓക്കെ, യെസ്. അപ്പം പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും ഇതുപോലുള്ള നിങ്ങൾ ഒരുപാട് അനാഥരായിട്ടുള്ള ഓഫൻസിന് ദീദിയായി മാറി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ വാട്ട് വാസ് യുവർ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഇതുപോലുള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം ഇത് അവരുടെ ഫ്യൂച്ചറിനെ കൂടെ മോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. ആ ഒരു രീതിയിൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് സാധിക്കും കേട്ടോ. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ടു ദ പോയിന്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. വളരെ പ്ലെയിൻ ആക്കിയിട്ട് ഹൂ ഇസ് യുവർ റോൾ മോഡൽ, വേർ ആർ യു കമ്മിങ് ഫ്രം, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ, അങ്ങനത്തെ രീതിയിൽ ചോദിക്കരുത്. പ്രൊഡക്റ്റീവ് ആക്കുക, ക്രിയേറ്റീവ് ആക്കുക. പിന്നെ നകുൽ ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ ഹൂ ഇസ് യുവർ റോൾ മോഡൽ എന്നുള്ളത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് ചോദിക്കുന്ന രീതി കുറച്ചൊന്ന് ഇന്നോവേറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുക. സോ അടുത്ത നോക്കിക്കേ. In Horagallu, Sudha Murthy speaks about Horagallu and its influence on the life of the villagers. Imagine that the government decides to remove the Horagallu as part of widening the road. In the light of this decision, the villagers assemble near the Horagallu and speak the following words. Choose the appropriate adjective or adjective clause and fill in the blanks. ഒന്നുമില്ല, fill in the blanks ആണ്. പക്ഷെ അതിന് മുന്നേ ഇത്രയും കുറച്ച് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ. Good morning friends. The authorities are going to take away our Horagallu. നമ്മുടെ ഹൊറഗല്ലുവിനെ അവർ ഏറ്റെടുത്ത് മാറ്റാനായിട്ട് പോവാണ്, എടുത്ത് കളയാനായിട്ട് പോവാണ്. This Horagallu dash is a part of our day-to-day life. Looks good ആണോ, carrying burden ആണോ, which can bear weight ആണോ? ഏതാണ്? This Horagallu which can bear weight അല്ലേ, നമ്മുടെ വെയിറ്റിനെ താങ്ങാൻ കഴിയുന്ന ഈ ഹൊറഗല്ലു എന്ന് പറയുന്നത് is a part and parcel of our life. So which can bear weight is a part of our day-to-day life. Without it our life will be as hard as dash trouble, lead or task. നമ്മുടെ ഒരു ഇരുമ്പ് പോലെ തന്നെ എന്താണ് കട്ടി കൂടുന്ന ആയിരിക്കും നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബേർഡൻ എല്ലാം, മനസ്സിലെ ബേർഡൻ എല്ലാം ഇറക്കി വെക്കുന്നത് എവിടെയാണ്? ഈ ജംഗ്ഷനിൽ വന്ന് ഈ ഹൊറഗല്ലുവിലിരുന്ന് കഥ പറയുമ്പോഴാണ്. അത് മാറ്റിയാൽ നമ്മുടെ മനസ്സും വളരെ ഇരുമ്പ് പോലെ ആയി മാറും. മാസ്റ്റർജി സ്പെൻസ് ദിസ് ഈവനിങ് വിത്ത് പാസേഴ്സ് ബൈ ഹു ഡാഷ് share their worries with him. Used to listen to our worries ആണോ, used to help us find a solution ആണോ, used to share their worries with him ആണോ? യൂസ് ടു ലിസൺ ടു അവർ വറീസ് അല്ലേ. അദ്ദേഹം എന്താണ് വലിയ അതിന് കേട്ടിട്ട്, നമ്മുടെ വറീസ് കേട്ടിട്ട് അതിനൊരു പോസിബിൾ സൊല്യൂഷനായിട്ടല്ല വരുന്നത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചെയ്യാനായിട്ടല്ല പോകുന്നത്. സംടൈംസ് ബീയിങ് എ ഗുഡ് ലിസണർ ഇസ് ഓൾ ദാറ്റ് യു നീഡ് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ആ ഒരു ചാപ്റ്റർ വായിച്ചത്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഹി യൂസ് ടു ലിസൺ ടു അവർ വറീസ്. അദ്ദേഹം വെറുതെ ഇരുന്ന് നമ്മുടെ ആ ഒരു വറീസ് ശ്രദ്ധിക്കുമായിരുന്നു. ഹി സേസ് ദാറ്റ് ദ ഹൊറഗല്ലു ഇസ് ദ ഡാഷ് പാർട്ട് ഓഫ് അവർ ലൈഫ് അല്ലേ, എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ വില്ലേജ് ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ ഹൊറഗല്ലു എന്ന് പറയുന്നത്. ദെൻ റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം, stammer and answer the questions. Stammer is the silence that falls between the word and its meaning, just as lameness is the silence that falls between the word and deed. What is common to stammer and lameness? Silence. അല്ലേ? ഇതിൽ തന്നെ ഉണ്ടല്ലോ, എന്താണ്? സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഡീഡ്. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇടയിലുള്ള ഒരു സൈലൻസ് ആണ് സ്റ്റാമറും ലെംനസും പോലുള്ളതിൻ്റെ ബന്ധം എന്ന് പറയുന്ന ഒരു കെ സച്ചിദാനന്ദൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ പഠിച്ചതാണല്ലോ സ്റ്റാമർ. യെസ്. ദെൻ വാട്ട് ഇസ് ദ പോയറ്റ് തിങ്ക് ഓഫ് സ്റ്റാമർ? സ്റ്റാമർ ഇസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഇതുപോലെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവിടെയും ഇവിടെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ അടുത്തത് വരുന്നത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ടാണ്. എ ഫീമെയിൽ ഫിലിം ഫെസ്റ്റിവൽ വാസ് ഹെൽഡ് ഇൻ യുവർ സ്കൂൾ ടു ഫോക്കസ് ഓൺ വിമൻ എംപവർമെൻറ്റ് ഇൻ ദ ആർട്സ്. റീഡ് ദ നോട്ടീസ് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് ദ ഫിലിം ഫെസ്റ്റിവൽ. ഇതേപോലെ ചിലപ്പം നോട്ടീസ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇതേപോലെ ഒരു ബോക്സിൽ തന്നിരിക്കും. നമ്മൾ പ്രൊഫൈലിൽ എങ്ങനെയാണോ അതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പാരഗ്രാഫ് ആക്കി മാറ്റുന്നത്. അതേപോലെ തന്നെ എവിടെയാണ് നടക്കുന്നത്? ABC സ്കൂളാണ് കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് പ്രോഗ്രാമിൻ്റെ പേര്? ഫീമെയിൽ ഫിലിം ഫെസ്റ്റിവൽ ആണ്. വെന്യൂ, ഡേറ്റ്, ടൈം തന്നിട്ടുണ്ട്. പ്രോഗ്രാംസ് ഇന്നതൊക്കെയാണ് നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടി. ഇനി ഇതെന്താക്കി മാറ്റണം? നമ്മൾ സെൻറ്റൻസ് ആക്കിയിട്ട് സോറി ഫോർ ദി ഇൻട്രപ്ഷൻ, സെൻറ്റൻസുകളാക്കിയിട്ട് അതൊരു പാരഗ്രാഫ് ആക്കി മാറ്റാം.
സ്റ്റാമർ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണോ? ചെയ്യാലോ, സ്റ്റാമർ ചെയ്യാം. സ്റ്റാമർ എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റ് അല്ല, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ഇതല്ല, ഡിഫക്റ്റ് അല്ല. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു സിറ്റുവേഷനാണ്, സൈലൻസ് ആണ്. നമ്മുടെ വേർഡ്സും ഡീഡ്സും തമ്മിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വേർഡ്സും ഡീഡ്സും തമ്മിലുള്ള ആ ഒരു സൈലൻസ്, നമ്മുടെ പറയുന്ന വാക്കുകളും അത് ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ഒരു സൈലൻസ് ഉണ്ട്, നിശബ്ദതയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റാമർ എന്ന് പറയുന്നത്. അതിനെ ആരും ഒരു ഡിഫക്റ്റായിട്ട് കാണണ്ട എന്ന് പറയുന്ന വളരെ ജനറലൈസ് ചെയ്യുന്ന ഒരു ടോപ്പിക്. അത് ഒന്നിനെ മാറ്റി നിർത്തേണ്ടതല്ല, നമ്മുടെ കൂടെ കൂടേണ്ടതാണ്. സ്റ്റാമറിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയുന്ന വളരെ ജനറലൈസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാമർ ഉണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ആ ഒരു ചാപ്റ്റർ നമുക്ക് എടുത്തു പോകാം. ഓക്കെ, ഇപ്പം നമുക്കിതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം എന്താണ്? സ്കൂൾ നോട്ടീസാണ് എഴുതേണ്ടത്. നോട്ടീസ് അല്ല, സ്കൂളിൽ നടന്നിട്ടുള്ളതിൻ്റെ റിപ്പോർട്ടാണ്. സോ വെന്യൂ എഴുതുക, ഡേറ്റ് എഴുതുക. ABC സ്കൂൾ, ഡേറ്റ് എഴുതിയതിന് ശേഷം a special event called the Female Film Festival happened at ABC School Auditorium on February 22nd, 2020. It started at 9:30 a.m. in the morning. First, the school choir sang a prayer. Then Dr. Sujata S., the principal, gave a welcome speech. Next, Srimati Devi N., the PTA president, spoke. After that, Vidhu Vincent, our film director, gave a speech to inaugurate the festival. Sri M. Raju, a Panchayat member, also said a few words to honor the event. The staff secretary, Srimati Srikala N., gave a thank you speech. All the speakers talked about how important it is for women to be strong in the arts. Then we watched some films. At 10:30 we saw Udaharanam Sujata. After that we took a break for lunch and everyone got food. In the afternoon we watched 2 more films. At 1 we watched English Winglish, and at 4 we saw Chak De India. The event ended at 6:45 with the school choir singing the national anthem. It was a great festival. Everyone enjoyed it a lot. So ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ നടന്നതിൻ്റെ റിപ്പോർട്ടാണ് എഴുതാൻ പറയുന്നതെങ്കിൽ എവിടെയാണ് നടന്നത്, ഡേറ്റ് എഴുതിയതിന് ശേഷം എന്തൊക്കെ നടന്നു എന്നുള്ളത്. ആദ്യം ഫീമെയിൽ ഫിലിം ഫെസ്റ്റിവൽ വാസ് കണ്ടക്റ്റഡ് അല്ലെങ്കിൽ വാസ് ഓർഗനൈസ്ഡ് അറ്റ് ABC സ്കൂൾ, വെൻ ആൻഡ് വെയർ എന്നുള്ള കാര്യം എഴുതിയതിന് ശേഷം പിന്നെ ഈ ഒരു പ്രോഗ്രാം ചാർട്ട് അതേപോലെ എഴുതിയാൽ മതി. ഇനോഗ്രൽ വെൽക്കം സ്പീച്ച് ഉണ്ടായിരുന്നു, ഇനോഗ്രൽ അഡ്രസ്സ് കഴിഞ്ഞ് വെൽക്കം സ്പീച്ച്, ദെൻ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ടായിരുന്നു, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് എഴുതുക. അല്ലെങ്കിൽ ദേ ടോക്ഡ് അബൌട്ട് the importance of women, അല്ലെങ്കിൽ they pointed out the fact that women the women are no longer like meek, like they are very active എന്നുള്ള രീതിയിൽ. So pointed out, they said or highlighted the point. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള 2-3 സെൻറ്റൻസുകളായിട്ട് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ഫെലിസിറ്റേഷൻ കഴിഞ്ഞിട്ട് ഇന്നത് പറഞ്ഞു, ഇനോഗ്രൽ അഡ്രസ്സിന് ഹൈലൈറ്റഡ് ദ പോയിന്റ് ദാറ്റ് എന്ന് പറയാം. അതുപോലുള്ള കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം എന്താണ് ഇത്രയും ഫിലിം ഷോയിൽ ഏതൊക്കെ ഇത് കാണിച്ചു എന്നുള്ളത്. ഉദാഹരണം സുജാത, ഇംഗ്ലീഷ് വിംഗ്ലീഷ്, ചക് ദേ ഇന്ത്യ തുടങ്ങിയ ഫിലിം കണ്ടു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഗെറ്റ് ടു നോ ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ ഇൻ ദ സൊസൈറ്റി ആൻഡ് ഹൗ ദേ സ്ട്രൈവ് ഹാർഡ് to achieve their abilities to the fullest എന്നുള്ള രീതിയിൽ ജനറലായിട്ട് എഴുതി ഫലിപ്പിക്കാനായിട്ടും നോക്കുക. ഓക്കെ, ദെൻ എങ്ങനെ കൺക്ലൂഡ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. യെസ്, ദെൻ അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെയിൻലി എന്തൊക്കെ ചെയ്തു, കുറച്ച് എഡിറ്റിങ്ങിൽ ഏതൊക്കെ രീതിയിൽ പ്രിപ്പോസിഷൻ വെച്ച് വരാം, പാസ്റ്റ് ടെൻസ് പ്രസൻറ്റ് ടെൻസ് വെച്ച് വരാം, അതല്ല സിമ്പിളായിട്ടുള്ള ഈവൻ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കൊണ്ടും നിങ്ങൾക്ക് എഡിറ്റിംഗ് പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വരില്ല, പക്ഷേ നോക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. ദെൻ മീനിങ്സ് കറക്റ്റ് ആകുന്നുണ്ടോ, മെക്കാനിക്കലി രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയി മാറും മീനിങ് എന്ന് പറയുന്നത്. സോ സിറ്റുവേഷൻ അനുസരിച്ച് മീനിങ് കറക്റ്റ് ആവുന്നുണ്ടോ, ആ ഒരു രീതിയിൽ നിങ്ങൾ എഡിറ്റിങ്ങിലെ വേർഡ്സ് നോക്കുക. ദെൻ ജോബ് എന്താണ് കരിക്കുലം വിറ്റ അല്ലേ, CV, റെസ്യൂമി, ഓഫർ ലെറ്റർ അത് നോക്കുക. ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വെച്ചിട്ടുള്ള പോയിംസ് വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം. ദെൻ അനൗൺസ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ വരുന്നത് ഏതാണ്, ഇപ്പോൾ ഒരു റിപ്പോർട്ടും നടത്തി അല്ലേ, നോട്ടീസ് തന്നിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ടിങ് എഴുതാണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് പ്രൊഫൈൽ റൈറ്റിംഗ്, ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതേപോലുള്ള ഇനി ഫോർമൽ ലെറ്റർ വരാം, ഇൻഫോർമൽ ലെറ്റർ വരാം, ഇമെയിൽ റൈറ്റിംഗ് വരാം, ബ്ലോഗ് വരാം, അതൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.